നമസ്കാരം. ജനറൽ മെഡിക്കൽ അവയർനെസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഇതിൻ്റെ പുതിയ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. എന്താണ് ഹെഡ് ഇഞ്ചുറി അഥവാ തലയ്ക്കുണ്ടാകുന്ന പരിക്കുകൾ? നമസ്കാരം, ഞാൻ ഡോക്ടർ അനൂപ് തോമസ്, ആസ്റ്റർ മെഡിസിറ്റിയിൽ ന്യൂറോ സർജനായി ജോലി ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഹെഡ് ഇഞ്ചുറി അഥവാ തലയ്ക്കുണ്ടാകുന്ന പരിക്കുകൾ. എന്താണ് ഹെഡ് ഇഞ്ചുറി? നമ്മുടെ തലയിലെ പലവിധത്തിലുള്ള സ്ട്രക്ചേഴ്സ്, അതായത് അതിന്റെ തൊലി അഥവാ സ്കാൽപ്പ്, തലയിലെ എല്ലുകൾ അഥവാ സ്കൾ ബോണുകൾ, അവയ്ക്കുള്ളിലുള്ള ബ്രെയിൻ അഥവാ നമ്മുടെ മസ്തിഷ്കം, ഇവയ്ക്കുണ്ടാകുന്ന പരിക്കുകളെയാണ് നമ്മൾ ഹെഡ് ഇഞ്ചുറി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ തല വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ ഓർഗൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് തലയിലെ ന്യൂറോൺസ് ആണ്. അതുകൊണ്ട് തന്നെ തലയുടെ പരിക്ക് വളരെയേറെ ഗൗരവമുള്ളതാണ്. നമ്മുടെ ശരീരത്തിന്റെ 20-25% ബ്ലഡ് സപ്ലൈ പോകുന്നത് തലയിലേക്കാണ്. ഇപ്പോൾ വളരെയേറെ രക്തോട്ടമുള്ള, വളരെയേറെ പ്രാധാന്യമുള്ള തലയ്ക്ക് പരിക്കുകൾ പറ്റുമ്പോൾ അവയുടെ ഗൗരവം വളരെ കൂടുതലായിരിക്കും. എങ്ങനെയാണ് ഹെഡ് ഇഞ്ചുറിയെ തരംതിരിച്ചിരിക്കുന്നത്? ഉണ്ടാകാവുന്ന ആ ഒരു ഫോഴ്സിന്റെ രീതി വെച്ചിട്ട് ബ്ലണ്ട് ഇഞ്ചുറി എന്നും പെനിട്രേറ്റിംഗ് ഇഞ്ചുറി എന്നും ഇവയെ തരംതിരിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ തൊലി പൊട്ടുകയോ അല്ലെങ്കിൽ തുറന്ന ഹെഡ് ഇഞ്ചുറിയെ ഓപ്പൺ ഹെഡ് ഇഞ്ചുറി എന്നും, തൊലി പൊട്ടാതെയുള്ള ഹെഡ് ഇഞ്ചുറിയെ ക്ലോസ്ഡ് ഹെഡ് ഇഞ്ചുറി എന്നും പറയും. ഇനി ഇവയുടെ സീരിയസ്നെസ് അനുസരിച്ച് മൈൽഡ് ഹെഡ് ഇഞ്ചുറി, മോഡറേറ്റ് ഹെഡ് ഇഞ്ചുറി, സിവിയർ ഹെഡ് ഇഞ്ചുറി ഇങ്ങനെയും തരംതിരിച്ചിട്ടുണ്ട്. എന്താണ് ഹെഡ് ഇഞ്ചുറിയുടെ കാരണങ്ങൾ? മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻസ് അഥവാ റോഡ് അപകടങ്ങളാണ് ഹെഡ് ഇഞ്ചുറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഒരു 60-70% ഹെഡ് ഇഞ്ചുറി ഉണ്ടാകുന്നത് മോട്ടോർ വെഹിക്കിൾ മൂലമുള്ള ആക്സിഡൻസുകൾ ഉണ്ടാണ്. ഉയരത്തിൽ നിന്നുള്ള വീഴ്ച, സ്പോർട്സ് ഇഞ്ചുറി ഇവയാണ് മറ്റു കാരണങ്ങൾ. വളരെ ചുരുക്കമായി വയലൻസ്, അതേപോലെ വികസിത രാജ്യങ്ങളിൽ ഗൺഷോട്ട് ഇഞ്ചുറി ഇവയെല്ലാം തലയിലെ പരിക്കിന് കാരണമാകുന്നുണ്ട്. ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു അവസ്ഥ എടുക്കുകയാണെങ്കിൽ 2022 കണക്കനുസരിച്ചിട്ട് 4 ലക്ഷം ആക്സിഡൻസും ഏകദേശം 1.5 ലക്ഷം മരണങ്ങളുമാണ് ഹെഡ് ഇഞ്ചുറി മൂലം സംഭവിക്കുന്നത്. ഇവയുടെ മറ്റൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഒരു രാജ്യത്തിന്റെ യുവത്വത്തെയാണ് ഇത് ബാധിക്കുന്നത്. 20 മുതൽ അല്ലെങ്കിൽ 50 വരെയുള്ള ഏറ്റവും വർക്കിംഗ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനെയാണ് ബാധിക്കുന്നത്. ഇവ മൂലം നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ജീവഹാനി സംഭവിക്കുന്നു. അതേപോലെ മറ്റൊരു നല്ല ശതമാനം ആൾക്കാർ ജോലിയെടുക്കാൻ പറ്റാതെ പരസഹായത്തോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥയിലുമാകുന്ന സാഹചര്യം കാണാറുണ്ട്. ഇവയെല്ലാം തന്നെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മോശമായി ബാധിക്കുന്നു. നമുക്ക് ഈ പരിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കാൽപ്പിനുണ്ടാകാവുന്ന പരിക്കുകൾ, ബ്ലീഡിങ്, അതേപോലെ സ്കാൽപ്പിന്റെ അടിയിൽ എല്ലിന്റെ മുകളിലുണ്ടാകാവുന്ന ഹെമറ്റോമ, സ്കൾ ബോൺ ഫ്രാക്ചറുകൾ, സ്കളിനടിയിലുണ്ടാകാവുന്ന പരിക്കുകൾ, തലയിലെ എല്ലിനും ബ്രെയിന്റെ ആവരണമായ ഡ്യൂറയ്ക്കും ഇടയിലുണ്ടാകുന്ന ബ്ലീഡിങ്ങിനെ എപ്പിഡ്യൂറൽ ഹെമറ്റോമ എന്ന് വിളിക്കുന്നു. ബ്രെയിന്റെ ആവരണമായ ഡ്യൂറയ്ക്കും ബ്രെയിനിനും ഇടയ്ക്കുണ്ടാകാവുന്ന ബ്ലീഡിങ്ങിനെ സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് വിളിക്കുന്നു. പിന്നെ സബ് അരക്കനോയിഡ് ഹെമറേജ്, ബ്രെയിനിലെ രക്തക്കുഴലുകൾ പോകുന്ന വഴിക്കുണ്ടാകാവുന്ന ബ്ലീഡിങ്ങിനെ സബ് അരക്കനോയിഡ് ഹെമറേജ് എന്ന് വിളിക്കുന്നു. ബ്രെയിന്റെ അകത്തുണ്ടാകാവുന്ന ബ്ലീഡിംഗ്, മസ്തിഷ്കത്തിനകത്തുണ്ടാകാവുന്ന ബ്ലീഡിങ്ങിനെ ബ്രെയിൻ കൺഡ്യൂഷൻ, ഹെമറാജിക് കൺഡ്യൂഷൻ ഇങ്ങനെ വിളിക്കുന്നു. ഇവ ഓരോന്നും തന്നെ വളരെ ഗൗരവമുള്ള രീതിയിലേക്ക് ചിലപ്പോൾ പോകാറുണ്ട്. ഒന്നാമതായി സ്കാൽപ്പ് ഹെമറ്റോമ. താരതമ്യേന കൂടുതൽ ബ്ലഡ് സപ്ലൈ ഉള്ളതുകൊണ്ട് തന്നെ സ്കാൽപ്പ് ഹെമറ്റോമ, അതായത് സ്കാൽപ്പിൽ നിന്നും ബ്ലീഡിംഗ് സംഭവിക്കുമ്പോൾ വളരെയേറെ രക്തനഷ്ടം സംഭവിക്കാറുണ്ട്. ചില ആളുകൾ ഇത് വളരെ ഗൗരവമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താം, പ്രത്യേകിച്ച് കുട്ടികൾ പോലെ ബ്ലഡ് വോളിയം, രക്തത്തിന്റെ അളവ് വളരെ കുറവുള്ള ആൾക്കാർ. തലയിൽ ചില മുട്ടലുകളും തട്ടലുകളും ഒക്കെ ഉണ്ടാകാവുന്ന മുഴകൾ നമുക്ക് ഗൗരവമായി തോന്നാമെങ്കിലും എല്ലിന് പുറത്തുള്ള ഇത്തരം ഹെമറ്റോമ നമ്മളെ ഒരു വലിയ അപകടാവസ്ഥയിലേക്ക് നയിക്കാറില്ല. തലയിൽ ഉണ്ടാകാവുന്ന ബ്ലീഡിങ്ങുകൾ മിക്കവാറും ഒരു 99% നല്ലതായി പ്രഷർ കൊടുത്ത് അമക്കി നമ്മൾ അവയെ പ്രഷർ ചെലുത്തിയാൽ, സമ്മർദ്ദം ചെലുത്തിയാൽ നിൽക്കുന്നതാണ്. ചിലപ്പോഴൊക്കെ നമുക്കൊരു ആശങ്ക ഉളവാക്കാമെങ്കിലും അതൊരു വലിയ ഗൗരവമുള്ള അവസ്ഥയിലേക്ക് നയിക്കാറില്ല. എന്താണ് ഹെഡ് ഇഞ്ചുറിയുടെ ലക്ഷണങ്ങൾ? മൈനർ ആയിട്ടുള്ള, അതായത് വളരെ ഗൗരവമല്ലാത്ത ഹെഡ് ഇഞ്ചുറി, ചെറിയ നമുക്കൊരു തലയ്ക്കൊരു ഭാരക്കുറവ്, ചെറിയ തലകറക്കം, ചെറിയ തലവേദന ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. തലയ്ക്ക് പരിക്ക് പറ്റിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ: 1. ബോധക്ഷയം ഉണ്ടാകുക. കുറച്ചു സമയത്തേക്കെങ്കിലും അബോധാവസ്ഥയിൽ തുടരുന്നത് ബ്രെയിന്റെ ഗൗരവമായിട്ടുള്ള ഒരു പരിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഛർദിലുണ്ടാകുക, വൊമിറ്റിംഗ്. കൊച്ചുകുട്ടികൾ 1-2 പ്രാവശ്യം ഛർദിലുണ്ടാകാവുന്നത് വളരെ ഗൗരവമല്ല എങ്കിലും പ്രായമുള്ളവരിൽ, അതായത് അഡൾട്ട്സിൽ 1 പ്രാവശ്യം പോലും ഛർദിലുണ്ടാകാവുന്നത് ഗൗരവമായിട്ടുള്ള ഒരു പരിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഫിറ്റ്സ് ഉണ്ടാകുക, കൈക്കോ കാലിനോ ബലക്ഷയം സംഭവിക്കുക, 2ആയി കാണുക, ഇവയെല്ലാം തന്നെ മേജർ ആയിട്ടുള്ള ഒരു പരിക്കിനെ ഗൗരവമാണ് സൂചിപ്പിക്കുന്നത്. ആസ്പിരിൻ, അതേപോലെ ആന്റികോയാഗുലൻസ്, രക്തം കട്ടപിടിക്കുന്നത് ഒഴിവാക്കുന്ന മരുന്നുകൾ ചിലരെങ്കിലും കഴിക്കുന്നവരുണ്ടാവും. അപ്പൊ അവരിൽ വളരെ ചെറുതും തോന്നാവുന്ന പരിക്കുകൾ പോലും ഗൗരവമുള്ള അവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. ഇനി നമുക്ക് വിവിധതരം പരിക്കുകളിലേക്ക് പോകാം. സ്കൾ ബോൺ ഫ്രാക്ചറുകൾ. ഒരു 90% സ്കൾ ബോൺ ഫ്രാക്ചറുകൾക്കും ഓപ്പറേഷൻ അതുപോലെയുള്ള ചികിത്സകൾ ആവശ്യമില്ല. നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു ഹെഡ് ഇഞ്ചുറിയുടെ സിവിയറിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. തലയിലെ എല്ലുകൾ പൊട്ടാൻ മാത്രമുള്ള ഗൗരവമുള്ള ഒരു ആഘാതമാണ് നമുക്ക് സംഭവിച്ചതെങ്കിൽ നമുക്ക് അതിന്റെ താഴെയുള്ള ബ്രെയിനിനും ഇഞ്ചുറി പറ്റിയിരിക്കാൻ
വളരെയധികം സാധ്യതയുണ്ട്. തലയിലെ എല്ലുകൾ ബ്രെയിനിന്റെ അകത്തേക്ക് ആഴ്ന്നിറങ്ങുകയാണെങ്കിൽ ഇവയ്ക്ക് ഓപ്പറേഷൻ മൂലമുള്ള ചികിത്സ ആവശ്യമുണ്ട്. കൺകഷൻ. എന്താണ് കൺകഷൻ? നമ്മുടെ തലയ്ക്ക് ഒരു ആക്സിലറേഷൻ ഡീസിലറേഷൻ ഇഞ്ചുറി, അതായത് മുന്നോട്ടും പുറകോട്ടും ഉള്ള ഒരു ഷെയ്ക്കിംഗ് വരുന്നതാണ്. ഇവ മൂലം തലയിലെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ അപകടത്തിലാകുന്നു. നമ്മുടെ ആളുകൾക്ക് ഒരു ചെറുതായ ഒരു ബോധക്ഷയം സംഭവിക്കുന്നു. ചിലപ്പോൾ ആ അവസ്ഥ നടന്ന ഒരവസ്ഥയെക്കുറിച്ച് അവർക്കൊരു ഓർമ്മ കാണില്ല. ആക്സിഡന്റിന് മുമ്പോ അതിനുശേഷമുള്ള ഓർമ്മക്കുറവ്, ആൻഡ്രോഗ്രേഡ് അഥവാ റിട്രോഗ്രേഡ് അമനീസിയ എന്ന് പറയും. അതും ഇത്തരം പരിക്കുകളുടെ ഒരു പ്രത്യേകതയാണ്. ഇനി ഉണ്ടാകുന്നത് എപ്പിഡ്യൂറൽ ഹെമറ്റോമയാണ്. എപ്പിഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറഞ്ഞാൽ തലയിലെ എല്ലുകൾക്കും തലയുടെ കവറിംഗ് ആയിട്ടുള്ള ഡൂറയ്ക്കും ഇടയിലുള്ള ഒരു ബ്ലീഡിംഗ് ആണ്. ഇവയുടെ ഒരു പ്രത്യേകത, ആദ്യം ആള് ഒരു ബോധക്ഷയത്തിലേക്ക് പോകുമെങ്കിലും പിന്നീട് ആള് നോർമലായി എഴുന്നേറ്റ് വരുന്നു. അതിനുശേഷം പിന്നീട് ബ്ലീഡിംഗ് വികസിക്കുന്നതോടൊപ്പം ആള് വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോകുന്നു. ഇവ സാധാരണ ചെറുപ്പക്കാരിലാണ് കണ്ടുവരുന്നത്. ബ്രെയിന്റെ ആവരണമായ ഡ്യൂറ മാറ്റർ എല്ലിലേക്ക് വളരെയധികം ഒട്ടിയിരിക്കാത്തത് കൊണ്ട് അത് അവയിൽ നിന്ന് അടർന്ന് പോകുന്ന ഈ ആവരണത്തിനും നമ്മുടെ സ്കൾ ബോണിനും ഇടയ്ക്കുണ്ടാകാവുന്ന ബ്ലീഡിംഗ് ആണ് എപ്പിഡ്യൂറൽ ഹെമറ്റോമ. വളരെ വലിപ്പമുള്ള ഒരു എപ്പിഡ്യൂറൽ ഹെമറ്റോമയാണെങ്കിൽ അവ ഓപ്പറേഷൻ മൂലം നീക്കം ചെയ്യേണ്ടതാണ്. ബ്രെയിന്റെ ആവരണത്തിനും ബ്രെയിനിനും ഇടയിലുണ്ടാകുന്ന പരിക്കാണ് സബ്ഡ്യൂറൽ ഹെമറ്റോമ. ഈ ബ്ലീഡിങ്ങിന്റെ അളവല്ല, അവ മൂലം ബ്രെയിനുണ്ടാകാവുന്ന ആ ഒരു ഡാമേജ് ആണ് നമുക്ക് പലപ്പോഴും ഇതിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നത്. എപ്പിഡ്യൂറൽ ഹെമറ്റോമയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തലയുടെ താഴെ, അതായത് ബ്രെയിന്റെ ആവരണമായ ഡൂറയ്ക്ക് താഴെ ഉണ്ടാകാവുന്ന സബ്ഡ്യൂറൽ ഹെമറ്റോമയിൽ ബ്രെയിന്റെ പരിക്ക് വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാർ അബോധാവസ്ഥയിൽ ആകുന്നതിനും ഇതിൽ തുടരുന്നതിനും അബോധാവസ്ഥയിൽ തുടരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ പെട്ടെന്ന് വലുതായി വരുന്ന ബ്ലീഡിംഗ് ആളിന്റെ ഒരു ജീവഹാനിയിലേക്കും നയിക്കാറുണ്ട്. ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറി. ഇവയിൽ ബ്രെയിന് ഒരു ഷെയ്ക്ക് പറ്റി ന്യൂറോണൽ സർക്യൂട്ട്സിന്റെ പ്രവർത്തനം അവതാളത്തിലാകുന്നു. ഇതിൽ തന്നെ ഗ്രേഡ് കൂടിയ പരിക്കാണ് ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറി ആണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ആഴ്ചകളും മാസങ്ങളും അബോധാവസ്ഥയിൽ തുടരുന്ന അവസ്ഥ കാണാറുണ്ട്. നമുക്കൊരു റിക്കവറിക്കുള്ള, അതായത് തിരിച്ചുവരാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുക, ആളിന്റെ വൈറ്റൽസ് ആയിട്ടുള്ള BP, പൾസ് ഇവയെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക, ആളുടെ റെസ്പിറേഷൻ സപ്പോർട്ട് ചെയ്യുക, ഇവയൊക്കെ ചെയ്യാമെങ്കിലും അവയുടെ റിക്കവറി കാലക്രമേണ ശരീരത്തിനകത്തുനിന്ന് തന്നെ വരണം. ബ്രെയിന്റെ അകത്തുണ്ടാകുന്ന ബ്ലീഡിംഗ് അഥവാ ഹെമറ്റോമ, ഇവയുടെ ലൊക്കേഷൻ അനുസരിച്ചും വലിപ്പം അനുസരിച്ചും, ഇവ എവിടെയാണ് ഇരിക്കുന്നതെന്നും അവയുടെ വലിപ്പം അനുസരിച്ചും ഇവയുടെ ചികിത്സയ്ക്ക് വ്യത്യാസം വരും. വളരെ ചെറിയ ബ്ലീഡിങ്ങുകൾക്ക് നമുക്ക് ഓപ്പറേഷൻ മൂലമുള്ള ചികിത്സ ആവശ്യമില്ല. പക്ഷേ ഇത്തരം ബ്ലീഡിങ്ങുകൾ വലുതാകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് അവ നീക്കം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവ കൂടാതെ സബറക്നോയിഡ് ഹെമറേജ്, അതേപോലെ തലയിലെ ഞരമ്പുകൾക്കുണ്ടാകാവുന്ന ആഘാതം, ചിലപ്പോൾ കാഴ്ചയുടെ ഞരമ്പുകളിൽ ഡാമേജ് വന്നിട്ട് ആൾക്കാർക്ക് കാഴ്ചയ്ക്ക് അപകടം ഉണ്ടാകുക, കണ്ണിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്ന ഞരമ്പുകൾ മൂലം രണ്ടായിട്ട് കാണുന്ന അവസ്ഥയുണ്ടാകുക, ഇവയെല്ലാം തന്നെ തലയിലെ പരിക്കുകൾ കൊണ്ട് സംഭവിക്കാവുന്നതാണ്. മുമ്പ് സൂചിപ്പിച്ച ഈ ആസ്പിരിൻ, അതുപോലെ ബ്ലഡ് തിന്നേഴ്സ്, രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവരിൽ തുടക്കത്തിലെ ഒരു ഇഞ്ചുറിയും സമയം ചെല്ലുന്തോറും വലുതാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏത് പരിക്കുകളാണെങ്കിലും നമ്മൾ ഒരു 24-48 മണിക്കൂർ ഒബ്സർവ് ചെയ്യേണ്ടതാണ്. തുടക്കത്തിൽ ചെറുതായിട്ട് തുടങ്ങുന്ന ബ്ലീഡിങ്ങുകളും സമയത്തിനനുസരിച്ച് വലുതാകാനൊരു സാധ്യതയുണ്ട്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വളരെ ചെറുതായി തുടങ്ങുന്ന പരിക്കുകളും ചിലപ്പോൾ ആൾക്കാരെ അബോധാവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. മുമ്പ് സൂചിപ്പിച്ച ബ്ലഡ് തിന്നേഴ്സ് അഥവാ ആന്റി കോയാഗുലേഷൻ മെഡിസിനുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് തുടക്കത്തിൽ നിസ്സാരമായി തുടങ്ങുന്ന പരിക്കുകൾ പിന്നീട് ഒരു ഗുരുതരാവസ്ഥയിലേക്ക് ചിലപ്പോൾ വരാറുണ്ട്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഡോക്ടർ എന്താണ് നോക്കുന്നത്, ആ അപകടത്തിന്റെ സാഹചര്യങ്ങൾ, അതേപോലെ അപകടത്തിൽ ബാക്കിയുള്ളവർക്ക് പറ്റിയ പരിക്കുകൾ, എത്ര ഹൈ വെലോസിറ്റി ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ആണ്, ഇവ നിർണ്ണയിക്കേണ്ടതുണ്ട്. ബ്രെയിനിന് പരിക്കിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന അവസരത്തിൽ എമർജൻസി ആയി ഒരു CT സ്കാൻ എടുത്ത് നോക്കേണ്ടതാണ്. CT സ്കാനിൽ കാണുന്ന പരിക്കിന്റെ ഒരു ഗൗരവം അനുസരിച്ച് നമുക്ക് ഒബ്സർവേഷനോ ചിലപ്പോൾ ചിലർക്ക് സർജറി, ശസ്ത്രക്രിയ പോലെയുള്ള ചികിത്സകളും ആവശ്യമായിട്ട് വരാറുണ്ട്. ഹെഡ് ഇഞ്ചുറി നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? നമ്മൾ റോഡുകൾ കൂടുതൽ സുരക്ഷിതമാക്കുക, ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുക, ഇവയൊക്കെ നടക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ സ്വഭാവത്തിലും വ്യത്യാസം വരാനുണ്ട്. ഹെൽമറ്റ് മുതലായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക, സീറ്റ് ബെൽറ്റ്, ചൈൽഡ് റിസ്ട്രെയിൻസ് മുതലായവ ഉപയോഗിക്കുക, റോഡിൽ മിതത്വം പാലിക്കുക. ഇവയെല്ലാം കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ പരിക്കിന്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കാറുണ്ട്. ഞാനിന്ന് പങ്കുവച്ച വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.